ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ പരിപ്പുവടയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ നാട്ടിൽ തട്ടുകടയിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവട നമുക്ക് വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു കപ്പ് പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാനിവിടെ സാധാരണ നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് പരിപ്പ് വെച്ചിട്ട് വേണമെങ്കിലും പരിപ്പുവട ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ പരിപ്പിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 4 മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ പരിപ്പ് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളമൊന്നുമില്ലാതെ ഒരു അരിപ്പിലേക്ക് അരിച്ചെടുത്ത് വയ്ക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 1-2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരിതരി പോലെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപ്പും അതുപോലെ തന്നെ അരച്ചെടുക്കാം കേട്ടോ. എപ്പോഴും അരയ്ക്കുമ്പോൾ ഒരു 2 ടീസ്പൂൺ നമ്മൾ പരിപ്പൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമുക്കെല്ലാം അരച്ചതിന് ശേഷം അതിലിടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവാള, അതുപോലെ 2 വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കാം. ഇനി ഞാൻ ഈ പരിപ്പുവടയ്ക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപ്പുവട കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ കനം കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പരിപ്പുവട ഉണ്ടാക്കരുത്. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഉൾഭാഗം ഒന്നും വേവാതിരിക്കുകയും ചെയ്യും, അതുപോലെ പുറത്തൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. നമ്മൾ പരിപ്പുവടയ്ക്ക് അരയ്ക്കുമ്പോൾ അതിൽ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ 1-2 സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. രണ്ട് സൈഡും അതുപോലെ തിരിച്ചും മറിച്ചിട്ടതിന് ശേഷം ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവുന്ന വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പുവടയുടെ ഉൾഭാഗമൊക്കെ അത്യാവശ്യം നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പരിപ്പുവടയിലൊക്കെ നല്ല പോലെ ആ കറിവേപ്പിലയുടെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവുകയും ചെയ്യും. നമ്മളുടെ പരിപ്പുവട നല്ല പോലെ മുരിഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള പരിപ്പുവടയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പരിപ്പ് വട വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ അടിപൊളി റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.